നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നിരവധി വീഡിയോകൾ, നിരവധി മെസ്സേജുകൾ എൻ്റെ സുഹൃത്തുക്കളായ, എൻ്റെ പരിചിതരായ, നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് എനിക്ക് അയച്ചു തരാറുണ്ട്. അതിൽ സമൂഹം അറിയേണ്ടത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ള സാധനങ്ങൾ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ആമുഖമായിട്ട്. പലരും അത് കണ്ടിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തിനാണ് നമ്മളൊരു പ്രോഗ്രാം പറയുമ്പോൾ അതിന് മുന്നിലൊരു ക്യാപ്സൂൾ പോലെ ഒരു സാധനം വരുന്നതെന്ന് ചിലർ ചിന്തിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അവബോധമുണ്ടാവാൻ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാറുണ്ട്. നവമാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കടിഞ്ഞാണിടാൻ പോകുന്നു എന്നതിൻ്റെ വിശദമായ ഒരു കുറിപ്പും കാസർഗോഡ് ജില്ലയിലെ ഒരു DIG നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോയും എനിക്ക് ആരോ ഒരാൾ അയച്ചു തന്നു. ഞാനിത് സശ്രദ്ധം വായിക്കുകയും ആ വീഡിയോ കാണുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നവമാധ്യമങ്ങൾ മിസ്യൂസ് ചെയ്യുന്നവരെല്ലാം ചട്ടിയിലാവാൻ പോകുന്ന ഒരു നിയമമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്നു. അത് അറിഞ്ഞുകൂടാത്തവർക്ക് അവബോധം ഉണ്ടാക്കാനാണ് അദ്ദേഹം അത് സംസാരിച്ചത്. ഞാനത് നമ്മുടെ ഏതോ ഒരു പ്രോഗ്രാമിൻ്റെ ആമുഖമായി ചേർത്തു. എനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ തലസ്ഥാനത്തൊരു ഒരു കീടമുണ്ടല്ലോ, രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വെള്ളമടിച്ച് മാസം 15 ദിവസം ICUലും 15 ദിവസം ഈ ചാനലിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന ചീത്തി വിളിക്കുന്ന അവനെപ്പോലുള്ളവർക്ക് നേർബുദ്ധി ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. കാരണം ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഈ നവമാധ്യമത്തെ. ഇപ്പം എനിക്ക് തന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ താഴെ വരുന്ന മാത്രമല്ല, എനിക്ക് ചിലർ അയക്കുന്ന വളരെ അശ്ലീല മെസ്സേജുകൾ, അശ്ലീല വീഡിയോകളൊക്കെ എനിക്ക് അയക്കാറുണ്ട്. ഞാൻ അതും ഇതിൽ പറഞ്ഞതാണ്. അവർക്ക് ഇങ്ങനൊരു നിയമ ഭേദഗതി വരുന്നുവെങ്കിൽ അവരത് അറിയട്ടെ. വെറുതെ എന്തിനാ എല്ലാം ചട്ടിയിലാവുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. സതുദ്ദേശത്തോടെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഫേക്ക് വാർത്തയായിരുന്നു, കള്ള വാർത്തയായിരുന്നു എന്നാണ് പലരും പറയുന്നത്. എനിക്ക് ഒരു കുട്ടയ്ക്ക് വീഡിയോ എനിക്ക് തിരിച്ചയച്ചു തന്നു. ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധ്യതയില്ലാത്ത, ഇന്ത്യയിൽ നടപ്പിലാക്കാവുന്ന സാധ്യതകളാണോ എന്ന് തെളിയുന്നത്. ഒരു DIG യൂണിഫോമിലിട്ടിരുന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് സംസാരിക്കുന്ന വീഡിയോ കണ്ടപ്പോഴേ ഞാനതങ്ങ് വിശ്വസിച്ചു. ഈ വാർത്ത കണ്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും അവർക്ക് ഞാൻ വിശദീകരണം കൊടുക്കുകയും ചെയ്തു. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഫേക്ക് വാർത്തയാണെങ്കിൽ, ഫേക്കാണെന്ന് തോന്നുന്നു, കാരണം ആ നിയമഭേദഗതി ഒന്നും വന്നതായിട്ട് എനിക്ക് അറിവില്ല. അപ്പം ഞാനത് അടുത്ത എപ്പിസോഡിൽ ഞാനത് തിരുത്താമെന്നും ഏറ്റിരുന്നു. നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലോ, നമ്മളെ പ്രോഗ്രാമിൽ പറയുന്നതിൽ ഇപ്പോൾ ഒരു സിനിമയുടെ പേര് മാറിപ്പോയി, അല്ലെങ്കിൽ ഒരു നടൻ്റെ ഫോട്ടോ ഇട്ടത് മാറിപ്പോയെങ്കിൽ ഞാനത് പറയാറുണ്ട്. 2 ദിവസമായി എനിക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കപ്പുറതിയില്ല. കാരണം കേരളത്തിൽ കേസരി ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം പത്രപ്രവർത്തന രംഗത്ത് സത്യസന്ധത മാത്രം മൂലധനമായിട്ടുള്ള ഒരൊറ്റ ആളല്ലേ ഇപ്പോൾ കേരളത്തിലുള്ളൂ, ഷാജൻ സ്കറിയ. അയാൾ ഫേസ്ബുക്കിൽ എന്നെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ട്, സാജനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സാജനുമായിട്ടൊക്കെ എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ, അയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വരെ തള്ളക്കി വിളിക്കുന്ന അയാളോട് എനിക്ക് എന്താ പറയുക, എതിർക്കാൻ പറ്റിയൊരു എതിരാളിയല്ല. പോലീസ് പിടിക്കുന്നുണ്ടപ്പോൾ അയാൾ മുങ്ങിയതുപോലെ എനിക്ക് മുങ്ങാൻ പറ്റുമോ? അയാൾക്ക് ഇവിടെ എല്ലാം മുങ്ങിയിരിക്കാൻ പറ്റും, ഒളിച്ചിരിക്കാൻ പറ്റും. അതുപോലെ ഒരു എയർപോർട്ടിലിട്ട് ഒരാളെ അടിച്ചിട്ട് പോലും, എന്നായിട്ടാണ് അടിച്ചിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ അവിടെ കറങ്ങി അവിടെ ഇരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും. അടി കൊണ്ടിട്ട് പോലും അയാൾ കൂസലില്ലാതെ വിമാനത്തിൽ കയറിപ്പോയ ആളല്ലേ. പിന്നെ മാസം ഉള്ളതോ കള്ളോ എന്ന് എനിക്കറിയില്ല, 80 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്തോ വരുമാനം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അഹങ്കാരമുണ്ട്. നമുക്ക് 1-ാം തീയതി ആകുമ്പം വാടക എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കേസിന് എറണാകുളത്ത് പോകണം, അല്ലെങ്കിൽ അങ്കമാലി കോടതി പോകണം എന്ന് പറഞ്ഞാൽ തലേദിവസം പോയി റൂമെടുത്ത് താമസിച്ച് കോടതിയിൽ പോയി വക്കീലിനും പൈസ കൊടുത്തൊക്കെ വരണമെങ്കിൽ എത്ര രൂപ ആകുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വേവ് കൂടും. പോക്സോ കേസിൽ, കമൽ കൊടുത്തിരിക്കുന്ന പോക്സോ കേസിൽ പോണതിന് വക്കീലിന് നല്ല ഫീസ് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അയാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ഇങ്ങനെ ഒരു പൊട്ടനാണോ സകല സിനിമാക്കാരെയും കുത്തിയിരുന്ന് തെറി വിളിക്കുന്നത്, ചിരിച്ചു ചിരിച്ചു ചത്തു എന്നാണ് എൻ്റെ വീഡിയോയും ഇട്ട് സാജൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ നല്ല വിശ്വാസം ഞാനൊരു പൊട്ടനല്ല എന്നാണ്. നല്ല കോമൺ സെൻസുള്ള, ആരെ കൊണ്ടും തന്തയ്ക്ക് വിളിപ്പിരി കേൾക്കാത്ത, ആരെയും തന്തയ്ക്ക് വിളിക്കാത്ത, ഒരാളെ കൊണ്ടും അടി വാങ്ങിച്ചിട്ടില്ലാത്ത, കറപ്ഷനുകളൊന്നും ചെയ്യാത്ത, വിദേശത്തായാലും സ്വദേശത്തായാലും ഒരു കറപ്ഷനും ചെയ്യാത്ത, ഞാൻ എൻ്റെ സിന്ധുവിൻ്റെ പേരിൽ ഒരു അലിഗേഷനും ഉണ്ടാക്കിയിട്ടില്ല. ഭാര്യയെ ഒരു ഇതിലൊന്നും പെടുത്തുന്ന ആളല്ല ഞാൻ, ഭാര്യയും മകനെയും. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഞാൻ കരുതുന്നത്, അതുപോലെ തന്നെ ഞാൻ സാജനെ പോലെ ഒരു പണ്ഡിതനല്ല. ചന്ദ്രനിൽ വരെയുള്ള വിഷയം, ചൊവ്വയിൽ വരെയുള്ള വിഷയം വേണമെങ്കിലും സാജ സംസാരിക്കും. കാരണം അത്രയും പാണ്ഡിത്യമുണ്ട് അദ്ദേഹത്തിന്.
വലിയ ബുദ്ധിരാക്ഷസനാണ്. അതുപോലെ തന്നെ ധൈര്യശാലിയാണ്, പണക്കൊഴുപ്പുണ്ട്. ഞാനാണെങ്കിൽ ആരെന്ന് ചോദിച്ച് ആലോചിച്ച് നോക്കി, കയറി കിടക്കടം പോലും ഇല്ലാത്ത പോലീസ്, കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും സത്യസന്ധമായി ജീവിക്കുന്നെങ്കിൽ പോലും പേടിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു കേസ് വരുന്നു എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് മൂത്രമൊഴിക്കാൻ പറ്റും, അത്രയും പേടിത്തൊണ്ടനാണ് ഞാൻ. സാജൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ പോലും ദിവസവും തെറി പറയാൻ ധൈര്യം കാണിക്കുന്ന ആളല്ലേ. ED അടക്കം ആരന്വേഷിച്ചാലും പിടികൊടുക്കാതെ മുങ്ങാൻ കഴിയുന്ന വിദഗ്ധനല്ലേ. അങ്ങനെ മുങ്ങിയിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏതൊരു മലമ്പ്രദേശത്ത് കാരണമല്ലോ, മലയിപ്പോയെങ്കിലും ഒളിച്ചിരിക്കാം. നമുക്ക് പറ്റുമോ? നമുക്കത് പറ്റില്ലല്ലോ. ആ മലയിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രോഗ്രാം ലൈവ് ചെയ്യില്ലേ. അപ്പോൾ സാജന് പറ്റിയൊരു എതിരാളിയല്ല സാജൻ ഞാൻ. കമ്മ്യൂണിസ്റ്റ് വിരോധവും പിണറായി കുടിപ്പകയുമായി നടക്കുന്ന എന്തും ഏതും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ആളാണ് സാജൻ. അപ്പോൾ ആരെപ്പറ്റിയും പറയാം. അതുകൊണ്ടായിരിക്കും എന്നെ പൊട്ടാന്ന് വിളിച്ച്. ഞാൻ സാജനെ പൊട്ടാനെന്നോ തെണ്ടിയെന്നോ പിച്ചക്കാരനൊന്നും ഞാൻ വിളിക്കില്ല, കള്ളനൊന്നും വിളിക്കില്ല, പറ്റിപ്പുകാരനൊന്നും ഞാൻ വിളിക്കില്ല. കാരണം സാജൻ വലിയ ആളല്ലേ. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് മാസം തോറും ഹ്യൂജായ ഒരു എമൗണ്ടാണ് കമ്മ്യൂണിസത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി സാജൻ അടക്കമുള്ള സാജന് കിട്ടുന്നു എന്നുള്ള ഒരു യൂട്യൂബർ തന്നെ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ തോളിക്കൈയിട്ട് അടക്കാവുന്ന കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെ തെറി വിളിക്കാനായിട്ട് മാസം തോറും ഹ്യൂജായ ഒരു എമൗണ്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. 35 ലക്ഷം രൂപ എന്തോ കിട്ടുമെന്ന് പറഞ്ഞു. സത്യമാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ പോലീസുകാരുടെ വയർലെസ് സന്ദേശങ്ങൾ വരെ ചോർത്താൻ മിടുക്കുള്ള ആളാണ്. ചോർത്തിയ എന്തോ ഒരു ഉപകരണം വെച്ച് ചോർത്തിയ ആളാണെന്നൊക്കെ നമ്മളെ അൻവർ MLA അല്ലേ പറഞ്ഞു. ഒരു MLA പറയുമ്പോൾ കള്ളം പറയില്ലല്ലോ. അയാൾ അതിൻ്റെ പേരിൽ എന്തൊക്കെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടു. നേരെ മറിച്ച് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ഭരിക്കുമ്പോൾ പോലും ചില പുത്തൻ കമ്മ്യൂണിസ്റ്റുകാരെ സുഖിപ്പിക്കാൻ ജാമ്യമില്ലാ വകുപ്പിട്ടും പോക്സോ കേസിട്ടുമൊക്കെ കേസിൽപ്പെടുത്തി കടം വാങ്ങി കേസ് കിടത്തുന്ന, വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സാധാരണ അന്നെന്നുള്ള അന്നത്തിനുള്ള വഴി തേടുന്ന ഒരാളാണ്. എനിക്കൊരിക്കലും സാജനുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൽ ഞാൻ നല്ല ബോധ്യവാനാണ്. കാരണം ഞാൻ ബോധവാനാണെന്ന് പറയാൻ കാര്യം പറഞ്ഞാൽ സാജൻ ആരെന്നേ ഇവിടുത്തെ മാതൃഭൂമിക്കോ മനോരമയ്ക്കോ കേരളമുദിക്കോ പോലും ദേശാഭിമാനിക്കോ പോലും തോൽപ്പിക്കാൻ പറ്റാത്ത, അവരെക്കാളും മുകളിൽ നിൽക്കുന്ന കേസരി ബാലകൃഷ്ണനുണ്ട്. ഞാൻ പറഞ്ഞില്ല, കേസരി കഴിഞ്ഞാൽ പിന്നെ സത്യസന്ധതയുടെ പര്യായം എന്ന് പറഞ്ഞാൽ ഷാജസ്കറിയാണ്. സാജന് പറ്റിയ എതിരാളിയല്ല സാജൻ ഞാൻ. പക്ഷേ ഒന്നുണ്ട്, സാജസ്കറിയ ഞാൻ 600 സ്റ്റോറികൾ ചെയ്തതിൽ 600ഉം ജെനുവിനാണെന്ന് നല്ല തന്തയ്ക്ക് പറഞ്ഞതിന് വേണ്ടി ഞാൻ പറയുകയാണ്. സാജ ചുണയുണ്ടെങ്കിൽ ഞാൻ വിടുവ പറയുന്നവനാണ്, അല്ലെങ്കിൽ പുളു അടിക്കുന്നവനാണ്, കള്ളം പറയുന്നവനാണ് എന്നൊക്കെ പൊട്ടനാണെന്നൊക്കെ പറയുന്ന താൻ 600 എപ്പിസോഡിൽ ഒരു എപ്പിസോഡിലെ സ്റ്റോറി കള്ളമാണ് എന്ന് തെളിയിച്ചാൽ ഞാൻ ഈ ചാനൽ നിർത്തും. സാജന് പറയാമോ അങ്ങനെ? ബോബി ചെമ്മണ്ണൂർ ചോദിച്ച പോലെ അല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചെയ്ത 600 എപ്പിസോഡിൽ 600 കഥകളിൽ ഒരു കഥ ഫേക്കാണ്, ഇത് ഇങ്ങനെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്ന് സാജൻ തെളിയിച്ചാൽ ഞാൻ ഈ ചാനലങ്ങ് അവസാനിപ്പിക്കാം. പക്ഷേ സാജനെ അവസാനിപ്പിക്കാൻ പറ്റില്ല, എങ്കിൽ എന്നെ പൂട്ടണം. സാജൻ ഞാൻ കേട്ടെ, സാജൻ്റെ പ്രോഗ്രാം മറുനാടൻ ചാനലിൽ സാജൻ ചെയ്യുന്ന ഈ വളവള പറയുന്ന സാധനങ്ങളിൽ, അല്ലെങ്കിൽ ആധികാരികമായി തെളിവുകൾ സഹിതം ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സാധനങ്ങളിലെ എത്ര ശതമാനം സത്യസന്ധമായ സ്റ്റോറിയുണ്ട് സാജ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് വിരോധവും ആളുകളോട് വ്യക്തിവൈരാഗ്യമൊക്കെ തീർക്കാൻ വേണ്ടി ചില കളികൾ നിങ്ങൾ കളിക്കുന്നു എന്നല്ലാതെ നിങ്ങൾ സത്യസന്ധമായി എത്ര പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്? ഇപ്പം മമ്മൂട്ടിയെ പോലും ഒരു സംവിധായികയുടെ ഭർത്താവിനെ കൊണ്ടിരുത്തി നിങ്ങൾ എന്തെല്ലാം ചെയ്തു? ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, അത് പോട്ടെ. അതുകൊണ്ടാണ് സാജ ഞാൻ 600 എപ്പിസോഡ് ചെയ്തിട്ട് ഒരു വരി മാറ്റാനോ സോറി പറയാനോ ഞാൻ പോകാത്തത്. ഞാൻ പൊട്ടനാണോ എന്ന് എൻ്റെ സ്റ്റോറികൾ കാണുന്നവർ നിശ്ചയിക്കട്ടെ. പക്ഷേ സാജൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും പിണറായിക്കെതിരെയും ചെയ്ത 900 കഥകളിൽ 90% കള്ളക്കഥയായിരുന്നു എന്ന് ഞാൻ പറയും. ഒന്നും തെളിയിക്കപ്പെട്ടിട്ടുമില്ല. സിനിമയിൽ എനിക്കറിയാവുന്ന, ഞാൻ മനസ്സിലാക്കിയ, എനിക്ക് കിട്ടിയ കൃത്യമായ തെളിവുകൾ വെച്ച് മാത്രമേ 600 സ്റ്റോറികൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതാണ് എൻ്റെ അസറ്റ് അല്ലെങ്കിൽ മൂലധനം. അതിനാൽ തന്നെ കേസും വഴക്കും ഒന്നും എന്നെ ബാധിക്കാറുമില്ല. കാരണം ഈ ഒരു കേസിലും എന്നെ കുരുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഒരു സിനിമാക്കാരനെയും ഞാൻ തെറി വിളിച്ചിട്ടില്ല, വിളിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ സിനിമാക്കാരെ മുഴുവൻ കുത്തിയിരുന്ന് തെറി വിളിക്കുകയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ തെറി വിളിച്ചുകൊണ്ടാണ് സാജ യൂസഫ് അലിയുടെ ജോലിക്കാരെന്തോ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഉത്തരേന്ത്യ മുഴുവൻ നിങ്ങൾ നിരങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ടാണ്, ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടാണ് ലുലുവിൻ്റെ കേസിന് നിങ്ങൾ ഉത്തരേന്ത്യ മുഴുവൻ നിരങ്ങേണ്ടി വരുന്നത്. സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം എടുക്കേണ്ടി വരുന്നത്. ദിനേശന് അതൊന്നും ആവശ്യമില്ല സാജ. ഞാൻ അങ്ങനത്തെ കള്ളങ്ങളൊന്നും പറയില്ല. സാജനെ പോലെ നട്ട കുരുക്കാത്ത ഒരു പുളവും ഞാൻ അടിക്കില്ല. എന്തായാലും എന്നോട് ഇക്കാര്യത്തെപ്പറ്റി സംശയം ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉത്തരം. അല്ല സാജന് മറുപടി പറയുകയല്ല. സാജനുമായി വല്ല പ്രശ്നമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. സാജൻ ആരാ? കേരളം കണി കണ്ടുടരുന്ന സത്യസന്ധനായ പത്രപ്രവർത്തനാണോ? ഞാനൊരു സിനിമാ പറച്ചിലുകാരൻ മാത്രമല്ലേ. ഒരു തെറ്റിദ്ധാരണ
എനിക്കുണ്ടായിരുന്നത് മാറി. തെറ്റ് പറഞ്ഞവരും സത്യസന്ധരും രണ്ട് കൂട്ടരേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ലോകത്ത് തെറ്റ് പറ്റാത്ത ആൾക്കാർ, അതുപോലെ തന്നെ സത്യസന്ധരായ രണ്ട് കൂട്ടരേ ഉള്ളെന്ന് ഞാൻ കരുതി. ഒന്ന്, ജനിച്ചു വീഴുന്ന കുഞ്ഞ്. രണ്ട്, മരിച്ചു ശ്വാസം പോയ മൃതദേഹം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൂന്നാമതൊരാളും കൂടിയുണ്ട്. അത് മറുനാടൻ ചാനൽ നടത്തുന്ന സാജസ് കറിയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ലോകത്ത് ജനിച്ചു വീഴുന്ന കുഞ്ഞും മരിച്ച മൃതദേഹവും സാജനും മാത്രമാണ് സത്യസന്ധമായ ഒരു കുറ്റവും പറയാൻ പറ്റാത്ത ആൾക്കാരായേ ഉള്ളൂ. ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ സാജ. നമസ്കാരം. നമ്മുടെ നാട് വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും വീഡിയോ കാണിച്ചതാണെങ്കിലും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. പക്ഷേ ആ ഒരു വീഡിയോ എനിക്ക് അയച്ചുതന്നൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് നേരം ഇരുന്ന് ആലോചിച്ചു. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലമൊക്കെ ആലോചിച്ചു. വിലക്ക് ലംഘിച്ച് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന ഒരു +1കാരനെ, അപ്പോൾ +1 എന്ന് പറയുമ്പോൾ ഒരു 17 വയസ്സ് വരാം മാക്സിമം, പാലക്കാട് ആനക്കര ഗവൺമെൻറ് സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. +1ന് ഫോൺ അധ്യാപകരാരോ വാങ്ങി പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചു. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ ചെന്ന് തൻ്റെ ഫോൺ തിരികെ ചോദിക്കുന്നു ഈ പയ്യൻ. തരാൻ കഴിയില്ല എന്ന് കർക്കശമായി പ്രിൻസിപ്പൽ പറയുന്നു. ദോഷം പറയരുത്, ഈ കുറ്റം ചെയ്ത കുട്ടിയാണെങ്കിൽ പോലും അയാളെ കസേരയിൽ ഇരുത്തിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറയും. ഇതുപോലുള്ള തെമ്മാടി കൂട്ടങ്ങളെ കസേരയിൽ നിന്ന് ഇരുത്തരുത്. പക്ഷേ അദ്ദേഹം ഇരുത്തിയാണ് സംസാരിച്ചത്. നരുന്ത് പോലുള്ളൊരു ചെറുക്കൻ, ഒരു തടിപിടുക്കുള്ളൊരു ചെറുക്കനാണെങ്കിലും കുഴപ്പമില്ലെന്ന്. അവൻ ചാടി എണീറ്റിട്ട് പറയുക, എൻ്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാണ് പുറത്തിറങ്ങി വന്നാൽ കൊന്നുകളയും എന്നാണ്, കുത്തി കൊന്നുകളയും എന്നാണ് അവൻ ആക്രോശിക്കുന്നത്. എന്നിട്ട് കസേരയെ ഒരു നീക്കിയിട്ട് മോഹൻലാലൊക്കെ നടന്ന് പോകുമ്പോൾ അവൻ ഒരു പോക്ക് പുറമുണ്ട്. ഇയാൾ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഇരിക്കുന്നു. ഉടനെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെട്ടു. ആര്? ശിവൻകുട്ടി, എൻ്റെ നിയോജക മണ്ഡലത്തിലെ എൻ്റെ സഖാവ്. കുട്ടികളെ ശിക്ഷിച്ച് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അത്രേ എന്നാണ് അദ്ദേഹം പറയുന്നത്. വേണ്ട ശിവൻകുട്ടി സഖാവേ, സ്കൂൾ മുറ്റത്ത് ഒരു അഭിനന്ദന യോഗം വച്ച് താങ്കൾ തന്നെ നേരിട്ട് അനുമോദന പ്രസംഗം നടത്തി ഈ ക്രിമിനൽ ചെറുക്കനെ SFIയുടെ അംഗത്വം കൊടുത്ത് ഭാവിയിലെ ചുറുചുറുക്കുള്ള സഖാവായി വളർത്തിയെടുക്കണം. അല്ലാതെ അവനെ തള്ളിക്കളയരുത്. എനിക്ക് ശിവൻകുട്ടി സഖാവിനോട് അത്രയാണ് പറയാനുള്ളത്. ചെക്കൻ പ്രിൻസിപ്പാലിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് വിദ്യാഭ്യാസ മന്ത്രിക്ക് സില്ലി കേസാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു സില്ലി കേസല്ലേ എന്നാണ് ഞാൻ. കാരണം കുത്തിയിരുന്നെങ്കിൽ നമുക്ക് സില്ലി അല്ല എന്ന് പറയായിരുന്നു. ഇത് കുത്തുമെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, കുത്തിയില്ലല്ലോ. സില്ലി കേസാണ്. സാധാരണ രീതിയിൽ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പെരുമാറ്റമാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങളെ പൊതു പ്രവണതയായി കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നും ആ മാതൃഭൂമി വായിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ യൂണിറ്റ് പിരിച്ചുവിട്ടിട്ട് പോലും SFIക്കാരന്മാർ ഒരു അംഗപരിമിതനായ ഒരു പയ്യനെ അടിക്കുകയോ ഇടിക്കുകയോ എന്തൊക്കെ ചെയ്തെന്നുള്ള വാർത്ത കിടക്കുന്നുണ്ട്. ഞാനിതിനെ ഒന്നും ലഘുവായി കാണുന്ന ആളല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, കാര്യമൊക്കെ ശരിയെന്ന്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഈ ചട്ടമ്പി പരിപാടികളോട് ഒരു യോജിപ്പുമില്ലാത്ത ആളാണ്. നിലവിലുള്ള ഉത്തരവ് പ്രകാരം ക്ലാസ് മുറിയിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഉത്തരവ് പാലിക്കുകയാണ് അധ്യാപകൻ ചെയ്തത്. അതേസമയം കുട്ടികളെ ശിക്ഷിച്ച് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അതിന് ശിവൻകുട്ടി സഖാവിന് ചെയ്യാവുന്നത് കുട്ടികൾക്ക് ക്ലാസ് മുറികളിൽ മൊബൈൽ ഫോൺ നിരോധനം എന്നുള്ളത് എടുത്തു കളയണം. അവർ കൊണ്ടുവരട്ടെ. എന്നിട്ട് ഇവിടെ പാൽപ്പായസം എന്നൊക്കെ പറഞ്ഞ് പാർട്ടി സഖാവെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണ് തന്നെ ചെയ്യുന്ന ബ്ലൂ ഫിലിമൊക്കെ ഉണ്ടല്ലോ, അത് ക്ലാസ് റൂമിലിരുന്ന് കാണട്ടെ. ആണും പെണ്ണും ഒക്കെ ഒന്നിച്ചിരുന്ന് കാണട്ടെ. നമ്മൾ അതിൽ നല്ലതേത് ചീത്തയെന്ന് അവർ തിരിച്ചറിയട്ടെ. അതും കൂടി ഒരു നിയമപ്രാബല്യം കൊണ്ടുവരണമെന്നാണ് എനിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പറയേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റുന്നേ? ദൃശ്യം പുറത്തുവിട്ട് വിദ്യാഭ്യാസ മേഖലയെ താറടിച്ച് കാണിച്ചു എന്ന കുറ്റം ചുമത്തി ആ പ്രിൻസിപ്പലിനെ പിരിച്ചുവിട്ട് മാതൃക കാണിക്കണം ശിവൻകുട്ടി സഖാവ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടിയുടെ ഭാവി സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ സ്കൂൾ PTA യോഗത്തിലും തീരുമാനമായി. ഈ പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ, ക്ഷേത്ര സംരക്ഷണ സമിതി എന്നൊക്കെ പറയുന്നവരാണ് സത്യത്തിൽ കുഴപ്പക്കാരെന്ന് ഞാൻ പറയും. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. സ്കൂൾ PTA പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ പറയാണ്, കുട്ടിയെ ഭാവി നശിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു നരുന്ത് പോലെ തന്തയ്ക്ക് പറക്കാത്തൊരു ചെറുക്കൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനെ കുത്തിക്കൊല്ലും, പുറത്തിറങ്ങി വാടാ മറ്റവനെന്ന് വിളിച്ചില്ല, പുറത്തിറങ്ങി വന്നാലേ തന്നെ ഞാൻ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഭാവിയാണെന്ന് സംരക്ഷിക്കാൻ. ഏത് ഭാവി? അവനെ ദുർഗുണ പരിഹാര പാഠശാലയില്ല ഇവിടെ പിള്ളേർ ജയിലിൽ, അവിടെ കൊണ്ടിട്ടാണോ അവനെ നല്ല കുട്ടിയാക്കി എടുക്കാനുള്ളത്. ഞാനവിടെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അവിടുത്തെ നല്ല ട്രെയിനിങ് കൊടുത്ത് 2-3 വർഷം പിടിച്ചിട്ടിട്ട് അവനെ നല്ല കുട്ടിയാക്കണം. അങ്ങനെയാണ് മാതൃകയാക്കാനുള്ളത്. അല്ലാതെ സാറിനെ കുത്തിക്കൊല്ലും, പുറത്തിറങ്ങി വാടാ മറ്റവനെ എന്ന് പറഞ്ഞവനെ അയ്യോ അവൻ്റെ ഭാവിയെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കുട്ടിയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തകൾ തെറ്റെന്നും അധികൃതർ സസ്പെൻഡൊന്നും ചെയ്യരുതെന്ന് അവനെ ഹാരവിട്ട് സ്വീകരിക്കണം.
ഈ പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഹാരമിട്ട് സ്വീകരിക്കണമെന്ന് ഞാൻ പറയും. വീഡിയോ പ്രചരിപ്പിച്ചതിനെപ്പറ്റി അന്വേഷിക്കുമത്രേ. വിദ്യാഭ്യാസ മന്ത്രി തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടു ഈ വീഡിയോ എങ്ങനെ പുറത്തു വന്നു അന്വേഷിക്കണമെന്ന്. നിയമസഭയിൽ കസേരയും മേശയുടെയൊക്കെ മുകളിൽ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കേറിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമായില്ലായിരിക്കാം. ഞാനും കൂടി പോയി വോട്ട് പിടിച്ച ആളാണ്. ആലോചിച്ച് നോക്കിയേ. എനിക്ക് സത്യത്തിൽ ശിവൻകുട്ടി സഖാവേ ഇപ്പം നിങ്ങളോട് പുച്ഛം. നിങ്ങൾ സ്കൂൾ യുവജനോത്സവമൊക്കെ മനോഹരമായി നടത്തിയപ്പോൾ മനോഹരമായി ഒരു തെറ്റ് കൂടാതെ ഒരാളെ കൊണ്ട് പരാതി പറയിക്കാതെ ചെയ്തപ്പോൾ അഭിനന്ദിച്ച ആളാണ്. പക്ഷേ നിങ്ങൾ ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ ശാന്തിവിളയിൽ ഒരു റെസിഡൻസ് ഏരിയയിൽ വോട്ട് പിടിക്കാൻ പോകണം. ഞാൻ തിരുമലയിൽ നിന്ന് അവിടെ എത്തുന്നവരെ 15-20 മിനിറ്റ് എനിക്ക് വേണ്ടി കാത്തിരുന്നു എന്നെ കൂടെ പറഞ്ഞ ആളാണ് ശിവൻകുട്ടി സഖാവ്. ദിനേശ് വന്നിട്ട് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഏത് യോഗത്തിന് ചെന്നാലും എവിടെ ചെന്നാലും അടുത്ത വർക്ക് ചെയ്ത് എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്ന ആളാണ്. പക്ഷേ തെറ്റ് ചെയ്താൽ തെറ്റെന്നേ ദിനേശ് പറയും. ശിവൻകുട്ടി സഖാവിൻ്റെ ഈ ന്യായീകരണം, അതായത് വീഡിയോ പ്രചരിപ്പിച്ച ചെറുക്കൻ കുത്തു എന്ന് പറഞ്ഞല്ല പ്രശ്നം, അവൻ കുത്തു എന്നുള്ളത് പുറത്ത് വിട്ട് അവരെ പറ്റി അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ഫോൺ വാങ്ങിവെച്ച് വഴക്ക് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞു പോയതല്ലേ എന്നാണ് കണ്ടെത്തൽ. പ്രിൻസിപ്പലിനെ കൊണ്ട് മാപ്പ് കൂടി പറയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണത്രേ അനുരഞ്ജന ചർച്ച നടന്നത്. ഈ PTA-കാരും തന്തമാരും തള്ളമാരുമാണ് ഈ തരത്തിലുള്ള ക്രിമിനൽ മക്കളെ വളർത്തിയെടുക്കുന്നത് എന്ന് ഞാൻ പറയും. കൂട്ടിനിപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടെ ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ വന്നുടനെ SI അവിടുത്തെ സ്റ്റേഷൻ ഓഫീസർ ഒരു ചൂരിലെടുത്ത് അവൻ്റെ ചന്തിയിൽ പാൻറ്റൊക്കെ താഴ്ത്തി വെച്ചിട്ട് 4 അടി അടിച്ചു കൊടുക്കണ്ടേ. മേലിൽ ചെയ്യരുതെന്നുണ്ട്. അങ്ങനെയെങ്കിലും ചെറിയ പേടിയെങ്കിലും ഉണ്ടായിരുന്നെ. കാരണം ഇതുപോലെ ചെയ്താൽ ഇതുപോലെ അടി കിട്ടുമെന്നെങ്കിലും പേടിച്ചനെ. അടി നൽകുക ഉപകാരം അണ്ണൻ തമ്പി നൽകില്ല എന്നാണ് പണ്ടുള്ളവർ പറയാറ്. ഈ പറഞ്ഞ ചെറുക്കനെ തന്ത ഉപദേശിച്ചാൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ തന്തയും കുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി എടുക്കട്ടെ. +1 പഠിക്കുന്ന കുട്ടിക്ക് 30,000 ഫോൺ വാങ്ങിക്കൊടുക്കുന്ന തന്തമാരെ വേണം ആദ്യം നേരെയാക്കാനെന്ന് ഞാൻ പറയും. 18 വയസ്സ് കഴിയുന്നതിൻ്റെ പിറ്റേന്ന് 18 വയസ്സ് കഴിഞ്ഞാൽ മതി, അതിൻ്റെ പിറ്റേന്ന് 2.5 ലക്ഷത്തിൻ്റെ കുതിര പോലുള്ള ബൈക്ക് വാങ്ങിക്കൊടുത്ത് ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് കറങ്ങാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന എന്താ പറയുക രക്ഷിതാക്കളാണ് കേരളത്തിൽ ഇപ്പോൾ കൂടുതലുള്ളത്. കാരണം കുത്തിരി പിടിച്ച് വാങ്ങിക്കും. ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു അമ്മയെ കൊന്നു കണ്ടില്ലേ, കഞ്ചാവ് വാങ്ങിക്കാൻ പൈസ കൊടുക്കാത്തതിന്. 20 വയസ്സാകും മുമ്പ് ലോറിക്കടിയിൽപ്പെട്ട് ചാകുന്ന കുട്ടികളോട് ഒരു ദയും എനിക്കില്ല, സത്യമായിട്ടില്ല. എനിക്കൊരു മോനല്ലേ ഉള്ളൂ. പക്ഷേ എൻ്റെ മോനെ ഞാൻ നന്നായിട്ടാണ് പഠിപ്പിച്ചത്. അവൻ സ്കൂട്ടർ ഓടിക്കും, ബൈക്ക് ഓടിക്കും, കാർ ഓടിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഒരുത്തന്നെ പുറത്തോട്ട് കയറ്റില്ല എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ അങ്ങനെ വളർത്തിയത് അവനെ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പീക്കറി പെണ്ണിനെ എടുത്ത് പുറകെ ഇരുത്തിക്കൊണ്ട് ചേട്ടനും പറയുന്ന ചേച്ചിയും കൂടെ പോകണമെന്ന് കാണാൻ, കാറിൻ്റെ ഇടയിൽ കൂടെ ബസ്സിൻ്റെ അടിയിൽ കൂടെ ലോറിയുടെ മുകളിൽ കൂടെയൊക്കെ പോകണമെന്ന് കാണാൻ. ഇങ്ങനെയുള്ളത് എവിടെയെങ്കിലും വിഴുന്ന് ചത്താൽ പുല്ല് പോട്ടെ എന്ന് വെക്കണമെന്നേ. അതിന് ഞാൻ ഒരു പരിധിവരെ ഈ തന്തമാരെയും തള്ളമാരെയും പറയുള്ളൂ. യമപുരിയിൽ വേഗം എത്തട്ടെന്ന് ഞാൻ വിചാരിക്കും. ഒരുത്തം വിഴുന്ന് കിടന്നാലും ഞാൻ നോക്കില്ല. കാരണം ഇവനൊക്കെ പോവേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഞാൻ സാഡിസ്റ്റാണെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും. അല്ല, കഷായം ജ്യൂസിൽ കലക്കേണ്ടി വരുമായിരുന്നു ബ്രില്യൻ്റായ ഒരു പെൺകുട്ടിക്ക്. വീട്ടിലെ തന്തയും തള്ളിയൊക്കെ നേരായ രീതിയിലാണ്, എടി ഇങ്ങനെ കാമുകനെന്ന് പറഞ്ഞു ഈ പ്രായത്തിലൊന്നും നീ ഒരുത്തിനെയും കൊണ്ട് നടക്കരുത്, നീ പഠിക്കുന്നതിലെല്ലാം 1 റാങ്ക് വാങ്ങിക്കുന്ന കുട്ടിയല്ലേ, നീ എവിടെ എത്തേണ്ടത് മോളെ, നീ ഇങ്ങനെ പ്രേമമൊന്നും പറഞ്ഞ് നടക്കാതെ കണ്ട ജാതിക്കാരൻ്റെ കൂടെ ഒന്ന് പറയണ്ടേ. പറഞ്ഞില്ല. അവൻ്റെ വീട്ടുകാർ പറഞ്ഞോ? ഇല്ല. ഇപ്പം അവൻ്റെ വീട്ടുകാർ കോടതി കൃത്യമായും ശിക്ഷിച്ചു. ദൈവം ഞങ്ങളോട് ഉണ്ടെന്നൊക്കെ പറയുന്നു. നിങ്ങളെന്താ നിങ്ങളുടെ മകനോട് പറയാത്തേ? നിനക്ക് പറ്റിയൊരു ബന്ധമല്ല, ആവശ്യമില്ലാതെ അവളുടെ വീട്ടിൽ പോയി വേണ്ടാധീനങ്ങളൊന്നും കാണിക്കരുതെന്ന് പറയണ്ടേ? അത് പറയാതെ ഇപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? മോളെ പഠനത്തിൽ നീ മിടിക്കുക, പഠിച്ച് വലിയൊരു നിലയിലെത്തണം എന്ന് ഉപദേശിക്കുന്നതിന് പകരം ഒരു ചെക്കനുമായി പ്രണയമാണെന്നറിഞ്ഞപ്പോൾ തടയാത്ത അമ്മ, അല്ലെങ്കിൽ ചെറുക്കൻ കയറി വീട്ടിൽ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന അമ്മമാരാണ് മക്കളെ നശിപ്പിക്കുന്നതെന്ന് ഞാൻ പറയും. അതുകൊണ്ട് കണ്ടില്ലേ ഇപ്പോൾ ആ കുട്ടി അഴിക്കുള്ളിലായില്ലേ? എനിക്ക് അവളോട് ഭയങ്കര അനുകമ്പയുണ്ട്. മോനെ, നീ കണ്ട പെമ്പിള്ളേരുടെ കൂടെ പുറകെ പോയി ബൈക്കും കൊണ്ട് കറങ്ങി അവളെ ജോലിയും കൂലിയും ഒന്നുമില്ലാത്ത നീ കെട്ടിയാൽ ആര് ചെലവിന് കൊടുക്കുമെന്ന് ഈ ചെറുക്കൻ, ഈ മരിച്ചുപോയ പയ്യൻ്റെ അമ്മ ചോദിക്കണ്ടേ? ചോദിക്കില്ല. അതാണ് പ്രശ്നം. നീ നിൻ്റെ സഹോദരന് തെറ്റായ സന്ദേശമല്ലേ പഠിപ്പിക്കുകയെന്ന് തന്തയോ തള്ളയോ ഉപദേശിച്ചിരുന്നെങ്കിൽ കഷായം വാങ്ങി കുടിച്ച് ചാവണമായിരുന്നോ? ഇതാണ് എൻ്റെ പക്ഷം. നിങ്ങൾ ഇനി ഏതർത്ഥത്തിലെടുത്താലും ഞാൻ ഉള്ളത് പറയുകയാണ്. പകരം രാവിലെ പ്രണയിക്കാൻ ഇറങ്ങിയ മോനെ നേരായ വഴിയിൽ നയിക്കണമായിരുന്നു. മോൻ പോയ ശേഷം കോടതി നീതി കാണിച്ചു എന്ന് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞാൽ പോയവൻ തിരിച്ചു വരുമോ? എനിക്കറിയില്ല. എന്തായാലും ശിവൻകുട്ടി സഖാവിൻ്റെ നിലപാട് എനിക്കൊരു തരത്തിലും യോജിക്കാൻ പറ്റതായിപ്പോയി. ഞാനിതൊക്കെ ഇപ്പോൾ ആമുഖമായി പറയാൻ കാര്യം, നമുക്കൊരിപ്പോൾ ഒരു പാൻ ഇന്ത്യൻ നടനുണ്ടല്ലോ വിനായകൻ. അതും ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കകാലത്ത് 2-3 സ്റ്റോറികളിൽ ഈ ചാനൽ ചർച്ചയിലൊക്കെ അസഭ്യം പറഞ്ഞപ്പോഴൊക്കെ ഞാൻ വിനായകനെ ന്യായീകരിച്ച് സംസാരിച്ച ആളാണ്.
എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് KSFDCയുടെ ചെയർമാനായിട്ട് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ പി ഗോവിന്ദപിള്ള സാറിനെ ചെയർമാനായിട്ട് നിയമിച്ചപ്പോൾ EK നയനാർക്കും TK രാമകൃഷ്ണനും വട്ടാണോ എന്ന് ചിന്തിച്ച സിനിമാക്കാർ ഒരുപാടുണ്ടായിരുന്നു. ഞാനും അങ്ങനെ ചിന്തിച്ച ആളാണ്. TK രാമകൃഷ്ണൻ സഖാവായിരുന്നു അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി. പി ഗോവിന്ദപിള്ളയെ പോലെ എനിക്ക് കത്തെഴുതിയപ്പോൾ അദ്ദേഹം എഴുതിയാണ് 24 മണിക്കൂർ 48 ആക്കിയ പോലും തയ്യാത്ത ഒരാളാണ് ഞാനെന്ന് എഴുതിയ ആ മനുഷ്യനെ KSFDCയുടെ ചെയർമാനാക്കിയല്ല. അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക ചിന്തകളൊക്കെ എവിടെ പോകും? അല്ലെങ്കിൽ ഈ സിനിമയുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സ്ഥാപനം ഇദ്ദേഹത്തിന് നയിക്കാൻ കഴിയുമോ എന്നൊക്കെ ഞാൻ സംശയിച്ചു. പക്ഷേ KSFDCയുടെ ചരിത്രത്തിൽ നല്ല ചെയർമാന്മാരിൽ ഒരാൾ ഗോവിന്ദപിള്ള സാറും അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ആൾ ആരെന്ന് ചോദിച്ചാൽ ഗോവിന്ദപിള്ള സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മോഹൻലാൽ സാറുമാണെന്ന് ഞാൻ പറയും. കാരണം ഇവർ രണ്ടുപേരും കൂടി ചലച്ചിത്ര വികസന കോർപ്പറേഷനെ ഭംഗിയാക്കി കൊണ്ടുപോയി. പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകൾ പലതും ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള പലരെയും അവിടെ ചെയർമാനാക്കിയല്ലോ. റോങ് ആയിപ്പോയി എന്നും ഞാൻ പറയും. സിനിമാക്കാരനായ ലെനിൻ രാജേന്ദ്രനും പിന്നാലെ വന്ന ഷാജി എൻ കരുണും സിനിമാക്കാരെ ചിത്രാഞ്ജലിയിലേക്ക് ആകർഷിക്കാനോ സിനിമയ്ക്ക് എന്തെങ്കിലും ചെയ്യാനോ തയ്യാറായില്ല എന്നുള്ളത് നഗ്ന സത്യമാണ്. തിയേറ്റർ ഉള്ളതുകൊണ്ട് സ്റ്റാഫുകൾക്ക് ശമ്പളം മുടങ്ങാതെ കൊടുക്കാൻ കഴിയുന്നു. അത് ഇവരുടെ മിടുക്കല്ല. അതിന് പൂർവ്വസൂരികൾ കെട്ടിവെച്ച തിയേറ്ററുകൾ ഉണ്ടായിരുന്നുണ്ടെന്ന് ഞാൻ പറയും. ഫിലിം ഫെസ്റ്റിവൽ കാലത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന ടാഗോർ തിയേറ്ററിൽ ഫിലിം മാർക്കറ്റിങ്ങിനെന്ന് പറഞ്ഞിട്ട് KSFDC ഒരു ശീതീകരിച്ച ടെൻ്റ് ഉണ്ടാക്കി കുറേ ലക്ഷങ്ങൾ കളഞ്ഞതിനപ്പുറം, അല്ലെങ്കിൽ വനിതാ സംവിധായകരെ കണ്ടെത്താനെന്നും പറഞ്ഞ് വർഷം തോറും 3 കോടി രൂപ 1.5 കോടി രൂപ 2 സ്ത്രീകൾക്ക് വീതം കൊടുത്ത് 6-7 കോടി രൂപ കടലിൽ കായം കലക്കി പോലെ കളഞ്ഞു എന്നതിനപ്പുറം ഈ പറയുന്ന ചെയർമാൻ, എന്നിട്ട് ഈ സിനിമ കിട്ടിയ പെണ്ണുങ്ങൾ തന്നെ പറയാണ്ട് ചെയർമാൻ അവഹേളിച്ചു, ഷാജി എൻ കരുൺ അവഹേളിച്ചു എന്ന് പറഞ്ഞാൽ അവർ പരാതി കൊടുത്തിരിക്കുകയാണ്. മനോഹരമായ ചിത്രാഞ്ജലിയുടെ പ്രകൃതി മുഴുവൻ കോൺക്രീറ്റ് വനമാക്കി നശിപ്പിക്കുന്ന പണികളല്ലാതെ ഷാജി എൻ കരുൺ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങളാരും എന്നെ തെറി പറഞ്ഞിട്ടൊരു കാര്യമില്ല. ചിത്രാഞ്ജലിയുടെ മുറ്റത്ത് പോയി നിങ്ങൾ നോക്കണം. എന്തൊക്കെ കുറേ കോൺക്രീറ്റ് വനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നു, യാതൊരു സൗന്ദര്യബോധവുമില്ലാതെ. ഇദ്ദേഹം എങ്ങനെ സിനിമാ സംവിധായകനും ക്യാമറാമാനും ആയിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ പെൻഷൻ 4000 രൂപ എന്ന് വരും എന്ന് ചെയർമാൻ മധുപാലിന് പോലും ഇപ്പോൾ അറിയില്ല. P. ശ്രീകുമാർ ചെയർമാനായിരുന്ന കാലത്ത് 30-ാം തീയതിക്ക് മുമ്പ് 1-ാം തീയതി കിട്ടേണ്ട പെൻഷൻ അക്കൗണ്ടിൽ ചെല്ലുമായിരുന്നു. അത് അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയില്ല എന്നൊരു പരാതി വന്നാൽ ഏത് ജില്ലയിലുള്ള ആളിനാണോ കിട്ടിയില്ല എന്നുള്ള പരാതി വന്നാൽ ആ ജില്ലയിലെ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി ഗോവിന്ദ ആവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 മാസം പോലും മുടക്കാതെ പെൻഷൻ കൊടുത്തിരുന്ന ആ സ്ഥാപനം എവിടെ പോയി? P. ശ്രീകുമാർ എന്ന് പറഞ്ഞ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റുകാരനെ 5 വർഷം കൂടി ഇരുത്തിയിരുന്നെങ്കിൽ ഈ ദുർഗതി വരില്ലായിരുന്നു. പറഞ്ഞാൽ ഞാനും മധുപാലും ഒരേ കാലഘട്ടത്തിൽ വന്നവരായതുകൊണ്ട് മധു വിചാരിക്കും ദിനേശ് എന്നോട് കാണുമ്പോഴും ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ നന്നായിട്ട് സംസാരിക്കും, പക്ഷേ അവൻ ഈ ചെയർമാൻ ആവാൻ പറ്റാത്തതിൻ്റെ കോംപ്ലക്സ് ഉണ്ടെന്ന് പറയും. ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാൻ രഞ്ജിത്ത് വരുത്തി വെച്ച പുലിവാലുകൾ ശരിക്കും സർക്കാരിന് നാണക്കേടുണ്ടാക്കിയതായിരുന്നു. ഇപ്പോൾ വൈസ് ചെയർമാൻ പ്രേംകുമാർ ചെയർമാൻ്റെ പോസ്റ്റിൽ ഭരിക്കുന്നതിനാൽ തലവേദനയില്ലാതായി. മാന്യമായിട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയല്ലോ. കുറ്റം ചെയ്തതോ ഇല്ലയോ എന്നൊക്കെ ഇനി കോടതി നിശ്ചയിക്കേണ്ടതാണെങ്കിലും നടൻ മുകേഷ് എന്ന് പറഞ്ഞ MLA പീഡന പരാതിയിൽപ്പെട്ടത് കൊല്ലം ജില്ലയിലെ CPM-കാർക്ക് നാണക്കേടായി. പരാതിക്കാരി ഒരു മാന്യയായതിനാലും മുകേഷിനോട് ചാറ്റിയതും ചീറ്റ് ചെയ്തതുമൊക്കെ ഈ തിരക്കനിടയിൽ പോലും കണ്ണിലെ കൃഷ്ണമണി പോലെ മുകേഷ് സൂക്ഷിച്ചു വച്ച് കോടതിയിൽ തെളിവായി മുകേഷ് കൊടുത്തതിനാലും പരാതിക്കാരി തന്നെ ഒരു പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ടതിനാലും കണ്ടാൽ അറിയാവുന്നവരെയൊക്കെ പീഡന പരാതിയിൽ പെടുത്തിയതിനാലും മുകേഷിൻ്റെ കേസ് എന്താവുമെന്ന് നന്നായി നാട്ടുകാർക്കറിയാം. എന്നാലും പാർട്ടിക്ക് അത് വലിയൊരു ക്ഷീണമായി എന്നുള്ളതിൽ ഒരു കുറവുമില്ല. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ മഹേഷ് പഞ്ചു എന്ന് പറഞ്ഞ ആളിനെ ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി പോസ്റ്റിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട് അക്കാദമി ചെയർമാനെ ഉറപ്പിച്ചിരുത്തിയ മുഖ്യമന്ത്രിയാണല്ലോ എൻ്റെ പിണറായി സഖാവ്. ഇനിയും വേണമല്ലോ അയാളെ ചെയർമാനാക്കും. കാരണം അയാളൊരു മുസ്ലിം ആയതുകൊണ്ട്. ഞാൻ കമലിൻ്റെ കാര്യമാണ് പറയുന്നത്. കറകളഞ്ഞ ജനിച്ചത് മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനായി AK സെൻ്ററിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ മഹേഷ് പഞ്ചുവിനെ പുറത്താക്കിയാലും മുസൽമാൻ എന്നുള്ള ഒരൊറ്റ അണ്ടർലൈൻ ഇട്ടിട്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഇയാളെ ഇനിയും ഞാൻ ചെയർമാനാക്കും. വീണ്ടും എന്തോ ചെയർമാനാക്കാനുള്ള ശ്രമം ഇടയ്ക്കെന്തോ കളിച്ചു, പക്ഷെ നടന്നില്ല. അങ്ങനെ എന്താ പറയുക, പന്തിപക്ഷം കാണിക്കുന്ന ആളാണല്ലോ നമ്മളെ മുഖ്യമന്ത്രി. ഹൂങ്കു പറയുന്ന അദ്ദേഹം അങ്ങനെയാണ് ഹൂങ്കു പറയുന്നത്. ഒരു മുസ്ലിമാണ്, ഇനി അയാളെ ചെയർമാനാക്കും എന്നാണ് പറയുന്നത്. പാർട്ടിക്കും സർക്കാരിനും ഈ മാന്യനായ സംവിധായകൻ നാണക്കേട് മാത്രമേ വരുത്തി വച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. എറണാകുളത്തുള്ള സിനിമാക്കാരായ ലഹരിക്കാരായ ഏതാണ്ട് എല്ലാവരും ചുവപ്പന്മാരാണെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എന്താ പറയുക
ഈ വേന്ദ്രന്മാർ തന്നെയാണ്. നിങ്ങൾ എറണാകുളത്ത് ഈ ലഹരി ഉപയോഗിക്കുന്ന എന്താ പറയുക എല്ലാ പോക്കൃതങ്ങളും കാണിക്കുന്നവന്മാരെ എടുത്ത് നോക്കിയാൽ എല്ലാം ചുവപ്പന്മാരാണ്, എല്ലാം കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറയണേ. എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ഒരു ചുവപ്പനെയോ ചുവപ്പിയെയോ അടുത്ത തെരഞ്ഞെടുപ്പിൽ മട്ടാഞ്ചേരിയിൽ ചുവന്ന കൊടിയും കൊടുത്ത് മത്സരിപ്പിച്ചാലും മലയാളി ഞെട്ടണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കലികാലമാണ്, ഭരിക്കുന്നത് ഞങ്ങളുടെ പിണറായിയുമാണ്. അപ്പോൾ ഇതൊക്കെ നടക്കും ഈ നാട്ടിൽ. കൊക്കക്കോളയ്ക്ക് വെള്ളമെടുത്താൽ കുടിവെള്ളം വറ്റും എന്ന് പറഞ്ഞ് പാവം MP വീരേന്ദ്രകുമാർ സാറിനെയും മൈലമ്മയൊക്കെ പ്ലാച്ചിമടയിൽ വെയിൽ കൊള്ളിച്ച എൻ്റെ പാർട്ടി ഇപ്പോൾ ബ്ലൂവറിക്ക് ചാരായം ഉണ്ടാക്കാൻ വെള്ളമെടുത്താൽ ഒരു തുള്ളി വെള്ളം കുറയില്ല എന്ന് ഉറപ്പ് തരുന്ന കാലവുമാണ്. എന്ത് ചെയ്യാൻ പറ്റൂല്ലേ? പറഞ്ഞു വരുമ്പോൾ ഞാനൊരു പാർട്ടി വിരുദ്ധനായി പോകുന്നു എന്ന് എനിക്ക് തന്നെ അറിയാം. MP രാജേഷിനെയൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു. മുഖ്യമന്ത്രി സാങ്ഷൻ ചെയ്ത ബ്ലൂവറിക്ക് വേണ്ടി MP രാജേഷ് ന്യായീകരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഈ ചെറുപ്പക്കാരന്മാരെ വഴിതെറ്റിച്ച് വിടുകയാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ യവനുമൊക്കെ വഴിതെറ്റി പോകുമല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഗുരു പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. ആലോചിച്ചപ്പോൾ ഒരു കാര്യം സത്യമാണെന്ന് തോന്നി. ഓണത്തിനും ക്രിസ്തുമസിനും പൊലോളി അടിയന്തരത്തിനും 700 കോടിക്ക് ചാരായം കുടിക്കുന്ന മലയാളിയുടെ വെള്ളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ചാരായം കുടിക്കട്ടെ എന്നായിരിക്കണം മുഖ്യമന്ത്രി കരുതുന്നത്. ഇതൊക്കെ ഇപ്പോൾ ചിന്തയിൽ വന്നത് കേരളം മാറുന്ന അവസ്ഥ ചിന്തിച്ചിട്ട് മാത്രമല്ല. നമ്മുടെ ഒരു നടനാണല്ലോ വിനായകൻ, പാൻ ഇന്ത്യൻ നടൻ. കഷിയും ചുവപ്പ് കൂടി കുടിക്കുന്നവനാണ്. ഈ ചുവപ്പ് കൂടി കുടിക്കുന്നവന്മാരെല്ലാം ഇങ്ങനെ തെമ്മാടികളായി പോണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ചേരിയിൽ സകല വൃത്തികേടുകളുമായി വളർന്ന ബാല്യമാണ് വിനായകൻ്റെത്. വിനായകൻ പോലും വിചാരിക്കാത്ത അത്ര ഉയരത്തിൽ വളർന്നെങ്കിലും വിനായകൻ ഇപ്പോഴും പഴയ കമ്മട്ടിപ്പാട സ്റ്റൈലിൽ തന്നെ ജീവിക്കുന്നു എന്നതാണ് വലിയ പ്രശ്നം. ഇഷ്ടം പോലെ കാശുണ്ടായതിനാൽ കുടിക്കാനും നാക്കിൻ്റെ അടിയിൽ ഒട്ടിക്കാനും ഒക്കെ നല്ല വിലയുള്ള സാധനങ്ങൾ വാങ്ങാൻ അയാൾക്ക് അതിന് ത്രാണിയുണ്ടല്ലോ. ഇപ്പോൾ കോടികളല്ലേ വന്നു മറിയുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിനായകൻ മദ്യമോ ലഹരിയോ ഉപയോഗിക്കുകയല്ല, വിനായകനെ മദ്യവും ലഹരിയൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. എവിടെ തൊട്ടാലും വിനായകൻ അത് പ്രശ്നമാണ്. എന്നെ വേണ്ടെങ്കിൽ ഞാൻ ഗോവയിൽ പോയി താമസിച്ചുകളെ എന്നൊക്കെയാണ് ഇപ്പോൾ വിനായകൻ ഭീഷണിപ്പെടുത്തുന്നത്. മലയാളിയോടാണ് ഈ ഭീഷണി. എന്നെ നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ പുകച്ച് ചാടിച്ചാൽ ഞാൻ ഗോവയിൽ പൊക്കളയും എന്നാണ് പറയുന്നത്. അയ്യോ അച്ഛാ പോകല്ലേന്ന് വിനായകൻ്റെ മക്കൾ പോലും പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പോകുമ്പോൾ കൂടെ വലിക്കുന്നവന്മാരെയും ഒട്ടിക്കുന്നവന്മാരെയും കൂടെ കൊണ്ടുപോകണം. കാരണം ചാവാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഗോവ എന്ന് പറയുന്നു. നിറയെ കാശുണ്ടെങ്കിൽ ഗോവൻ ബീച്ചിൽ നിക്കർ വിട്ടിറങ്ങി കയ്യും കണ്ണുമൊക്കെ കാണിച്ചാൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള പിള്ളേരെ യഥേഷ്ടം കിട്ടുമെന്നും ഫിലിം ഫെസ്റ്റിവലിന് പതിവായി പോകുന്ന എൻ്റെ സ്നേഹിതൻ ബെന്നി എന്നോട് പറയാറുണ്ട്. കാശുണ്ടെങ്കിൽ ഗോവയിൽ എന്തും കിട്ടുമെന്നാണ് പറയണേ. ഭാഷ അറിയണ്ട, കാശ് മാത്രം കയ്യിലുണ്ടായിരുന്നു. അത് വിനായകൻ്റെയിലാണെങ്കിൽ ഭാഷ അറിഞ്ഞില്ലെങ്കിലും പള്ളിക്കുടത്തിൽ പോയിട്ടില്ലെങ്കിലും ഇഷ്ടംപോലെ കാശുണ്ടല്ലോ. അപ്പോൾ ഗോവ വിനായകന് പറ്റിയ സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് വിനായകൻ എറണാകുളം കാലിയാക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. വിനായകന് ഭാഷ തന്നെ കൈക്കറിയായതിനാൽ ബുദ്ധിമുട്ടുണ്ടാവാൻ ഇടയില്ല. വേഗം ഗോവയ്ക്ക് പിടിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ നിർമ്മാതാവായ ചിത്രമൊക്കെ നിർമ്മിച്ച PKR പിള്ളയുടെ മകൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ നല്ല ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ ഗോവ കടത്തിയെടുത്ത് മരിച്ചു കിടന്നു. കൊന്നിട്ടതാണെന്ന് ആ വീട്ടുകാരൻ എന്നെ വിശ്വസിക്കുന്നു. എന്തിനു കൊന്നു ഏതിന് കൊന്നൊന്നും അറിയില്ല. ലഹരിക്കെന്തോ പോയി പറ്റിയതായിരിക്കാം. ഒരു കേസും ഉണ്ടായില്ല. 22 വയസ്സുള്ളൊരു പയ്യൻ പോയി കിട്ടി എന്നുള്ളതല്ലാതെ ആ മനുഷ്യൻ്റെ മരണത്തിലൊരു കാരണം അതാണ്. അദ്ദേഹം ആ പയ്യനെ അത്രയും സ്നേഹിച്ച് വളർത്തിയതായിരുന്നു. കൺട്രി പീപ്പിൾസായ മലയാളിയെ മറക്കൂ വിനായക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഹൈ ലെവലിൽ ചിന്തിക്കുന്ന ഗോവയിലേക്ക് പോകൂ വേഗം. ഗോവ കടപ്പുറത്ത് ചത്ത് കിടന്നാൽ പോലും അതിനൊരു അന്തസ്സുണ്ട് എന്ന് ഞാൻ പറയും. അല്ലാതെ അവിടെ ചേരാനെല്ലൂരൊക്കെ ചത്ത് കിടന്നാൽ ഒരു വിലയും കാണില്ലെന്നേ. അതുകൊണ്ട് ഗോവയിലേക്ക് വിടണം എത്രയും വേഗമെന്നാണ് ഞാൻ പറയുന്നത്. വിനായകൻ്റെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയാനുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. അവസാനത്തെ കലാപരിപാടി നിങ്ങൾ കണ്ടില്ലേ? താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഇറയത്ത് നിന്ന് എതിർവശത്ത് ആരെയോ തെറി വിളിക്കുന്നു. ടവൽ അഴിഞ്ഞഴിഞ്ഞ് പോകുന്നൊരു പച്ച ടവൽ എടുത്തിട്ടുണ്ട്. ടവൽ അഴിഞ്ഞ് പോണതാണോ ടവൽ അഴിച്ച് കാണിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഈ ചാനലിൽ ഇതൊന്നും ഇടാൻ പറ്റില്ലല്ലോ. സംസ്ഥാന അവാർഡ് വാങ്ങിയ, അതും ചുവപ്പനായ പിണറായിയുടെ കയ്യിൽ നിന്നും വാങ്ങിയവനാണ് വിനായകൻ. രജനീകാന്തിൻ്റെ കൂടെ മനസ്സിലായോ എന്ന് 100 തവണ ചൊന്ന പാൻ ഇന്ത്യൻ നടൻ. എടാ വിനായക, ഒരു സ്വർണ്ണ അരഞ്ഞാണം ഇട്ടിരുന്നെങ്കിൽ ആ കറുത്ത ശരീരത്തിലൊരു ഭംഗിയുണ്ടായേനെ. ഇപ്പോൾ കാശിഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു സ്വർണ്ണ അരഞ്ഞാണമെങ്കിലും ആരയിൽ ഇടാനുള്ളായിരുന്നു. കഴുകഴുകഴാൻ നിൽക്കുന്ന കാണുമ്പോഴേ. വെള്ളി അരഞ്ഞാണം ആയാലും പ്രൊജക്റ്റ് ചെയ്ത് കാണും. കാരണം കറുത്ത ശരീരമായതുകൊണ്ട് വെള്ള കളറുള്ള വെള്ളി അരഞ്ഞാണം ഇട്ടാലും മതിയായിരുന്നു.
ഇതൊന്നും വേണ്ട, ഒരു കറുത്ത നൂല് 10 രൂപയുടെ വിലയല്ലേ ഉള്ളൂ. ഒരു കറുത്ത നൂല് വാങ്ങിച്ച് 28-ന് പോലും നിൻ്റെ വീട്ടുകാർ നിനക്ക് ഈ കറുത്ത നൂല് കെട്ടിയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരീരത്തിൻ്റെ നിറവായിട്ട് അത് മാച്ചാവുകയും ചെയ്തന്നെ. എന്തോന്ന് പാനിൻ്റെ നടൻ വിനായക, ഒരു ഇളിയിലൊരു നൂല് പോലും ഇല്ലാത്ത പുരുഷവർഗത്തിന്. പണ്ട് കെ പി ഉമ്മർ പറഞ്ഞതുപോലെ, കെ പി ഉമ്മറിൻ്റെ കഥ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നാരായണൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ പോയി, മെലിഞ്ഞ് കരുവാട് പോലെ ഇരിക്കുന്നൊരു പ്രൊഡക്ഷൻ പോയി, മുണ്ട് മടത്തി കുത്തി ചായ കൊടുക്കുന്നു സെറ്റിൽ എല്ലാവർക്കും. ചായ ഇങ്ങനെ കൊണ്ടുപോകുമ്പം ഉമ്മർ സാർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയവനെ. നാരായണൻ പെണ്ണുങ്ങൾക്കൊക്കെ ഈ മുണ്ട് മടത്തി കുത്തി നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മെലിഞ്ഞ കറുത്ത് കരുവാളിച്ച കാല്. കുറേ നേരം ഉമ്മർ സാർ ഇങ്ങനെ നോക്കിയിരുന്നു. ഉമ്മർ സാറിൻ്റെ ക്ഷമ കെട്ടു. അദ്ദേഹം അല്പം ഉച്ചത്തിൽ വിളിച്ചു, മിസ്റ്റർ നാരായണൻ എന്ന് വിളിച്ചു. നാരായണൻ അടുത്ത് വന്നു. എന്താ സാർ? മിസ്റ്റർ നാരായണൻ, നിങ്ങളുടെ ഈ കാല് കണ്ടാൽ മലയാളി ചെറുപ്പക്കാരുടെ ആണുങ്ങളുടെ എല്ലാം കാല് ഇങ്ങനെയാണെന്ന് കരുതും. അത് എന്നെപ്പോലുള്ളവന് നാണക്കേടാണ്. നാരായണൻ, ഒരു മുണ്ടോ ഒന്നിലൊരു പാൻറ് ഇടണം, ഇല്ലെങ്കിൽ ആ മുണ്ട് മടത്തുകുത്ത് അഴിച്ചിടൂ എന്ന് പറഞ്ഞ് നാരായണനെ കൊണ്ട് മുണ്ട് അഴിപ്പിച്ചു. മടത്തുകുത്ത് അഴിപ്പിച്ചിട്ട ആളാണ്. അതുപോലെയാണ് എനിക്ക് വിനായകനോട് പറയാനുള്ളത്. ഒരു സ്വർണ്ണം അരഞ്ഞാണോ ഒരു വെള്ളി അരഞ്ഞാണോ കിട്ടിയില്ലെങ്കിലും 10 രൂപ കൊടുത്തൊരു കറുത്ത നൂലെങ്കിൽ ഈ വലിക്കുന്നതിനിടയിലും കുടിക്കുന്നതിനിടയിലും ആരെയും കെട്ടണമായിരുന്നു. എന്നിട്ട് വേണം തുടി അഴിച്ച് കാണിക്കാൻ. എന്തൊരു നാണക്കേടെന്നറിയാമോ? അമ്പലക്കാള നിൽക്കും പോലെ നിൽക്കണേ. അമ്പലക്കാളയും ഇതിനേക്കാൾ ഭംഗിയുണ്ട്. കാളെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഇത് അങ്ങനെയല്ല, എന്താ പറയുക, മുള്ളം പന്നിന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. സത്യത്തിൽ എനിക്ക് നാണമല്ല ചമ്മലാണ് തോന്നിയത് വിനായക, നിൻ്റെ ആ നഗ്നത കണ്ടപ്പോൾ. ഏതോ ചാനലുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തായ i2i ചാനലിൻ്റെ സുനിൽ പറയുന്നത് വിനായന് ഒരു ജട്ടി വാങ്ങി കൊടുക്കണമെന്നാണ്. ജട്ടിയിലാണെങ്കിൽ മഞ്ഞയോ ഓറഞ്ചോ നിറത്തിലുള്ള ജട്ടിയൊക്കെ ഇട്ടാൽ പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റും, രസമായിരിക്കും. കറുത്ത ശരീരത്തിൽ മഞ്ഞ ജട്ടി ചുവപ്പ് ജട്ടിയൊക്കെ ഇട്ടാൽ. പക്ഷേ വിനായകന്മാർക്ക് ജട്ടിയല്ല, നല്ല സീക്രട്ട് ലോക്കറുള്ള ഉരുക്കിലെ ഒരു കവചമാണ് നല്ലത് എന്ന് ഞാൻ പറയും. വലിക്കാനും കുടിക്കാനും തുടങ്ങുന്നതിന് മുമ്പ് ഇതിനുള്ളിലാക്കി ലോക്കാക്കണം. കഴിയുമെങ്കിൽ കൊരവളയിൽ പിടിച്ച് വേറൊരു റിങ്ങും കൂടി ഇടണം. അപ്പം അലറി ചീത്ത വിളിച്ചാൽ അമ്മയ്ക്ക് ചേർത്താണ് ചീത്ത വിളിക്കുന്ന അയാൾ. അതും പുറത്ത് കേൾക്കില്ലായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് നൽകുന്ന ആദരവാണ് മികച്ച നടൻ്റെയും നടിയുടെയൊക്കെ അവാർഡെന്ന് പറഞ്ഞാൽ സംസ്ഥാനം കൊടുക്കുന്ന ആദരവല്ലേ. ഒരു മുഖ്യമന്ത്രിയോ ഗവർണറോ ഒരു ചീഫ് ജസ്റ്റിസോ നൽകുന്ന അവാർഡാകുമ്പോൾ അല്ലെങ്കിൽ പുരസ്കാരമാകുമ്പോൾ അതിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവാർഡ് ഔദ്യോഗികമായി വാങ്ങുന്ന വല്ല എംബോക്കിക്കും പീഡനമോ എന്താ പറയുക ഇമ്മോറലോ തുണി അഴിച്ച് കാണിക്കലോ ഒന്നും കാണിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒരു എംബോക്കിയും ഇങ്ങനത്തെ സംസ്ഥാന അവാർഡുകൾ കൊടുക്കരുത്. മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ കൊടുക്കുമ്പോൾ അതിന് ഉത്തരവാദിത്വം ഉണ്ടാവണം. വാങ്ങുന്ന ആൾ ആ മാന്യത കാണിക്കുന്ന ആളായിരിക്കണം. ഇപ്പോൾ പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ബയോഡേറ്റ മുഴുവൻ നോക്കുമല്ലോ. ഇയാൾക്ക് ഇമ്മോറലുണ്ടോ, ഇയാൾ പറ്റിപ്പുകാരനാണോ തട്ടിപ്പുകാരനാണോ സാമ്പത്തിക ക്രമക്കേടുകാരനാണെന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. 2 ഭാര്യമാരുള്ളവർക്ക് പോലും അങ്ങനെ അധികം അവാർഡ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്, പത്മ അവാർഡ്. കാരണം രാഷ്ട്രപതി കൊടുക്കുന്ന അവാർഡല്ലേ. അതുപോലെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന അവാർഡെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അയാൾ ആ സമയം മുതൽ സ്റ്റേറ്റ് ഗസ്റ്റ് അല്ലേ. ലഹരി ദുരുപയോഗം നടത്തിയാൽ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തുണി അഴിച്ച് കാണിക്കുകയോ ഒക്കെ നടത്തിയാൽ ഉപഹാരം തിരിച്ചു വാങ്ങാൻ നിയമനിർമ്മാണം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്. ഉദാഹരണത്തിന് വിനായകൻ സംസ്ഥാന അവാർഡ് വാങ്ങിയത് മുതൽ സ്റ്റേറ്റ് ഗസ്റ്റാണ്. അപ്പോൾ സർക്കാരിൻ്റെ പ്രധാന പ്രോഗ്രാമുകൾക്കൊക്കെ അയാൾക്ക് PRDന്ന് ക്ഷണക്കത്ത് ചെല്ലും. ഈ കത്ത് വാങ്ങി രാവിലെ 2 കുപ്പിയും വലിച്ചു കയറ്റി നാക്കിനടിയിലൊരു സാധനം ഒട്ടിച്ചിട്ട് ജട്ടി പോലും ഇടാതെ സ്വാതന്ത്ര്യദിന പരേഡിന് പിണറായി വിജയൻ കൊടി ഉയർത്തുന്നിടത്തോ ഹൈക്കോടതി വളപ്പിൽ ചീഫ് ജസ്റ്റിസ് കൊടി ഉയർത്തുന്നിടത്തോ ചെന്നിട്ട് ഉടുമുണ്ട് അഴിച്ചു കാണിച്ചാൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ് ഗസ്റ്റ് അല്ലേ. അതാണ് പ്രശ്നം. അതുകൊണ്ട് നിയമ ഭേദഗതി വരുത്തണം. സർക്കാർ പുരസ്കാരങ്ങൾ അവാർഡുകൾ ഒക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയേ നൽകാവൂ എന്ന് ഞാൻ പറയും. മലയാള സിനിമയിൽ വലിയും കുടിയുമൊന്നും വിനായകനല്ല തുടങ്ങി വെച്ചത്. നമ്മളുള്ളതുപോലെ പറയണമല്ലോ. നല്ല കുടിയന്മാരായിരുന്നു കൊട്ടാരക്കര ശ്രീധരൻ നായരും PJ ആൻ്റണിയും ഒക്കെ. സത്യമാഷും മോശമല്ലാതെ കഴിക്കുമായിരുന്നു. മധുസാറും നന്നായിട്ട് കഴിക്കുമായിരുന്നു. വയലാറൊക്കെ എങ്ങനെയാണ് സേവിച്ചിരുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അകാലത്തിൽ പോയതുപോലും മദ്യപാനം കൊണ്ടാണല്ലോ. ഒരു ദേവരാജനോ ഒരു സേതുമാധവനോ ഒരു ശിവപരൻ തമ്പിയോ ഒരു യേശുദാസോ ഒക്കെ ഉള്ളൂ. വിരലെണ്ണാവുന്ന ആളുകളെ ഉള്ളൂ ഈ വലിയും കുടിയൊന്നും ഇല്ലാത്തത്. അതിനാൽ തന്നെ ഈ പറഞ്ഞവരാരും കലാകാരന്മാരും അല്ല. MT അല്ല, ഈ പറയുന്ന ദേവരാജനും കലാകാരനല്ല,
സേതുമാധവനും കലാകാരനല്ല, ശിവകുമാരൻ തമ്പിയും കലാകാരനല്ല, യേശുദാസും കലാകാരനല്ല. ആയിക്കോട്ടെ, കലാകാരനാണെങ്കിൽ വലിയും കുടിയൊക്കെ വേണം, ആയിക്കോട്ടെ. വലിയും കുടിയും ഉറങ്ങി എണീക്കുന്ന മുതൽ ദിനചര്യയാക്കി എത്രയോ പേരെ എനിക്കറിയാം. രാവിലെ എണീച്ച് ഓപ്പണർ കണ്ണ് തുറക്കുന്നതിന്, നമ്മൾ ചായ കുടിക്കുന്നതിനോരം ജിന്നടിക്കുന്ന ആളിനെ എനിക്കറിയാം. ജോൺ അബ്രഹാമിനോളം കുടിച്ചാൽ വിനായകൻ്റെ മഞ്ഞപ്പാൽ വരെ കക്കും എന്ന് ഞാൻ പറയും. ജോൺ കുടിക്കുമ്പോൾ വിനായകൻ കുടിക്കാനൊന്നും കഴിയില്ല. കുടിച്ചാൽ മഞ്ഞപ്പാൽ കക്കും, ഉറപ്പാണ്. സുരാസൂനെ പോലെ കുടിച്ച് വലിച്ച് രമിച്ചവരുടെ മുന്നിൽ വിനായകൻ ഷൂ ആണ് എന്ന് ഞാൻ പറയും. 7 ജന്മം എടുത്താൽ ഒരു സുരാസു ആവാൻ, ഈ വലിയിലും കുടിയിലും ആവാൻ വിനായകന് കഴിയില്ല. ഇവരിൽ ഒരാൾക്കും അമ്മ പെങ്ങന്മാരെ കണ്ടാൽ തെറ്റില്ലായിരുന്നു. ഉടുമുണ്ട് പൊക്കിയോ അഴിച്ചോ ഇവരാരും കാണിച്ചിട്ടുമില്ല. ഉടുമുണ്ട് അഴിച്ച് പുളിച്ച തെറി വിളിച്ചത് പിന്തുണയ്ക്കാൻ ആരും കണ്ടില്ല ഇത്തവണ. അതാണ് എനിക്ക് ഒരു സന്തോഷം തോന്നിയൊരു കാര്യം. കാരണം വിനായകൻ്റെ നഗ്നത കണ്ടതും തെറി കേട്ടതും വിനായകൻ്റെ ജാതിയിൽപ്പെട്ട ഒരു പാവ സ്ത്രീ ആയിരുന്നത്രേ. ഇല്ലെങ്കിൽ ചില അഭിനവ ദളിത് പോരാട്ട സിംഹിണികൾ ചാനൽ ചർച്ചയിൽ വരേണ്ടതാണ്, പക്ഷേ വന്നില്ല. കാരണം തെറി കേട്ടതും ഒരു പാവം, ഒരു എന്താ പറയുക, പിന്നോക്കക്കാരിയായിപ്പോയി. ഏതോ ചാനൽ ചർച്ചയിൽ എൻ്റെ സ്നേഹിതൻ സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞത് വിനായകന് മാനസിക രോഗ ചികിത്സ നൽകണം എന്നാണ്. പോകൃതരം കാണിക്കുന്നവരൊക്കെ ഇപ്പോൾ രക്ഷപ്പെടാൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു ലെറ്റർ വാങ്ങി വയ്ക്കും. ഉറക്കമില്ല, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് മാനസിക പ്രശ്നമുണ്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വയ്ക്കും. ഒരു 10, 250, 300, 500 രൂപ കൊടുത്താൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ കത്ത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അമ്മയെ തലക്കടിച്ചു കൊന്നവനും അയൽ വീട്ടിലെ 3 പേരെ നിഷ്ഠൂരം കൊന്നവനും ഒക്കെ മാനസിക പ്രശ്ന സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുന്നവന്മാരായിരിക്കുകയാണ്. വിനായകനെ ട്രീറ്റ് ചെയ്യാൻ ഇതൊന്നും വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ പെരമ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, വേണമെങ്കിൽ അതിന് ചൂരലെന്ന് പറയാം. ആ ചൂരലിൽ നല്ലെണ്ണ തേച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. എടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ചെന്നോ ആ പച്ച ടവൽ അഴിച്ചിട്ട്, അപ്പം ചട്ടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ, ചന്തിയിൽ ഒരു 6 അടി നന്നായിട്ട് കൊടുത്താൽ വിനായകൻ മര്യാദക്കാരനാവും, ഉറപ്പാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കൊടുക്കാത്തതാണ് ഈ പ്രശ്നം. ഇപ്പം സ്കൂളിലെ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞ പോലെ, നീ പുറത്തിറങ്ങി വന്നാൽ നിന്നെ കുത്തും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചൂരലുണ്ടായിരുന്നെങ്കിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ +1 ആയ ഈ ചെറുക്കൻ്റെ പിടിച്ച് പാൻറ്റ് താഴ്ത്തി വെച്ചിട്ട് 6 അടി അടിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവൻ തങ്ക കമ്പിയായനെ. അതുപോലെ തന്നെ വിനായകന്മാർ ഇതുപോലെ റോഡേ പോകുന്നവരെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ഓടിയൊന്നും അടിക്കില്ല എന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് മേളിൽ നിന്നുകൊണ്ട് തുണിപൊക്കി കാണിക്കുകയോ തെറി വിളിക്കുകയോ ചെയ്താൽ അവൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് ആ ടവൽ ഊരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആരോടെങ്കിലും പറയണം, 2 പോലീസുകാരോട് പറയണം ആ കയ്യെ പിടിച്ചോളാൻ. എന്നിട്ട് ചന്തിയിൽ പടാ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലെണ്ണ പുരട്ടി വെയിലത്ത് ചുണക്കി ചൂരലിട്ട് 6 അടി കൊടുത്താൽ വിനായകൻ തങ്ക കമ്പിയാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 3 or 4 കേസിന് ഇങ്ങനെ കൊടുത്താൽ പിന്നെ വിനായകൻ ഈ പരിപാടികൾ കാണിക്കില്ല. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണനും എൻ്റെ നാട്ടുകാരനായിരുന്ന അയ്യൻകാളിയും എന്തിന് കേരള പുലയർ മഹാസഭയുടെ നേതാവായ പുന്നല ശ്രീകുമാറുമൊക്കെ ദളിതരാണ് എന്നുള്ള കാര്യം വിനായകൻ മറക്കണ്ട. ഇവരാരും ഇതുപോലുള്ള ഒരു തോന്നിവാസവും കാണിക്കുന്നതല്ല, അന്തസ്സായി ജീവിക്കുന്നത്. പുന്നല ശ്രീകുമാറിൻ്റെയൊക്കെ പത്രസമ്മേളനത്തിലൊക്കെ സംസാരിക്കുന്ന കേൾക്കണം. എന്തൊരു മാന്യമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ. നമ്മൾ KR നാരായണനെ കണ്ടതല്ലേ? നാരായണൻ സാർ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അദ്ദേഹം ഒരു ദളിതനാണെന്ന്? ഒരിക്കലും അല്ല. അദ്ദേഹം നല്ല കറകളഞ്ഞ, നല്ല തന്തയ്ക്ക് പറയുന്ന മനുഷ്യനായിരുന്നു. ഇതിലപ്പം ഞാൻ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. സിനിമാക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ആണുങ്ങൾക്കും ദളിതർക്കും നാണക്കേടുണ്ടാക്കുന്ന ഒരു ജന്മമാണ് ഈ വിനായകനെന്ന് ഞാൻ പറയും. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ പറയും. അതായത് സിനിമാക്കാർക്ക് ഇനി ഇയാളെ കാരണം തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ പോലുള്ള സഖാക്കൾക്ക് ഇയാളൊരു നാണക്കേടാണ്, ഒരു ബാധ്യതയാണ് ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ കാള പോലെ റോഡിൽ നടക്കുന്ന എന്താ പറയുക, വൃത്തികെട്ട കാളയെ പോലെ ഉടുതുണിയില്ലാതെ ഒരു നൂല് പോലും ഇളി കെട്ടാത്ത ഒരു വൃത്തികെട്ടവൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KR നാരായണൻ സാറിനെ പോലെയും, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരനായ ഞാൻ അഭിമാനത്തോടെ കാണുന്ന, ഞാൻ അതിലെ സ്കൂട്ടറിൽ പോകുമ്പോൾ ആ സ്കൂട്ടർ നിർത്തിയിട്ട് ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിക്കും അയ്യങ്കാളിയെ, മഹാത്മാ അയ്യങ്കാളിയെ. അദ്ദേഹത്തെ പോലെയും പുന്നല ശ്രീകുമാറിനെയൊക്കെ പോലുള്ള എത്രയോ പേർ ദളിതനായി ജനിച്ച് അന്തസ്സായി ജീവിക്കുന്നു. ഈ അടുത്ത കാലത്ത് എന്നെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ലെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഇവിടെ എനിക്കൊരു പരിചയക്കാരനുണ്ട്, കോൺഗ്രസ്സിലെ മുൻ മന്ത്രിയായിരുന്ന പന്തളം സുധാകരൻ. എന്തും മാന്യമായ പെരുമാറ്റമാണ് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ദളിതനായതുകൊണ്ടൊന്നും അല്ലേ അവന് ആടിയുടെ കുറവാണെന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ അവന് അടുത്ത വലിയും കുടിയും കഴിഞ്ഞ് ഇനി എൻ്റെ നമ്പർ തപ്പി വിളിക്കുമെന്ന് എനിക്കറിയണ്ട. നല്ല ആടിയുടെ കുറവാണ് അവന്.
ഇത്ര ഞാൻ പറയുന്നുള്ളൂ. കൂടിപ്പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.